റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അലാ ഉഖ്ബിറുക്കും ബിമൻ യഹ്റുമു അലന്നാർ ഔ ബിമൻ തഹ്റുമു അലൈഹിന്നാർ. നരകത്തിൻ്റെ മേലിൽ ഹറാമാക്കപ്പെടുന്ന ആളുകളെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, അല്ലെങ്കിൽ നരകം അവൻ്റെ മേലിൽ നിഷിദ്ധമാകുന്ന, ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കില്ല അത്തരത്തിലുള്ള നല്ല മനുഷ്യരെക്കുറിച്ച്, നല്ല ആളുകളെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി പറയുന്നുണ്ട്, അലാ കുല്ലി ഖരീബിൻ ഹയ്യിനിൻ ലയ്യിനിൻ സഹലിൻ. ഓരോ അടുപ്പമുള്ള ആളും, സൗമ്യനും മൃദുവായ സ്വഭാവമുള്ള ആളും, എളുപ്പത്തിൽ ഇടപെടാവുന്ന വളരെ സഹലായിട്ടുള്ള വ്യക്തിയുമാണ് സ്വർഗം നിർബന്ധമാകുന്നതും നരകത്തിൽ ഒരിക്കലും പ്രവേശിക്കാതെ നരകം നിഷിദ്ധമായി മാറുന്ന വ്യക്തിയുമെന്ന് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹയ്യിൻ എന്ന് പറഞ്ഞാൽ അഹങ്കാരമില്ലാത്ത, വിനയമുള്ള, ഗൗരവത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ ചെറുതാകാത്ത വളരെ നല്ല മനുഷ്യർക്കാണ് പറയാം. ലയ്യിൻ എന്ന് പറഞ്ഞാൽ വളരെ മൃദുലമായി സംസാരിക്കുന്ന, പെരുമാറ്റಕ್ಕೆ നന്നാക്കിയ വ്യക്തിയാണ്. സഹിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായി സംസാരിക്കാൻ വളരെ എളുപ്പമായ, മറ്റുള്ളവർക്ക് ഇവനോട് സംസാരിക്കാൻ എളുപ്പമായ, അനാവശ്യമായ കാര്യങ്ങളൊക്കെ സങ്കീർണമാക്കാത്ത ആൾക്കുമാണ് സഹിരി എന്ന് പറയാം. ഇവിടെ മനുഷ്യൻ്റെ മഹത്വം കൃത്യമായിട്ട് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഒരാൾ വലിയ പണ്ഡിതനായിരിക്കാം, വലിയ സമ്പത്തുള്ള ആളായിരിക്കാം, വലിയ സ്ഥാനങ്ങളിൽ വിരാജിക്കുന്ന ആളായിരിക്കാം, പക്ഷേ അയാളുടെ അടുത്തേക്ക് വരുന്ന മനുഷ്യർക്ക് അയാളുടെ ഭാഗത്ത് നിന്ന് ആശ്വാസം ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഭാര്യയ്ക്ക് വീട്ടിൽ സംസാരിക്കാൻ ഭയപ്പെടുന്ന ഭർത്താവുണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? മക്കൾക്ക് അടുത്തു പോകാൻ ഭയമുള്ള പിതാക്കന്മാരുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വിദ്യാർത്ഥികൾക്ക് ചോദ്യം ചോദിക്കാൻ ഭയമുള്ള അധ്യാപകൻ, അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് സംസാരിക്കാൻ ഭയമുള്ള മുതലാളി, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സൗമ്യത വേണം, എന്നാലേ ജനങ്ങൾ നമ്മോട് അടുക്കൂ എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു ഹദീസും കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഇതിന് വലിയ ഉദാഹരണം കാണാൻ പറ്റും. വലൗ കുന്ത ഫദ്ദൻ അലീദൽ ഖൽബ് ലം ഫദ്ദു മിൻ ഹൗലിക എന്ന് റസൂലിനോട് അല്ലാഹ് പറയുന്നുണ്ട്. താങ്കളുടെ പൗരുഷ സ്വഭാവം അല്ലെങ്കിൽ കടുപ്പമുള്ള സ്വഭാവം, ഇങ്ങനെയൊക്കെ താങ്കൾ കടുപ്പമുള്ള സ്വഭാവമുള്ളവനും പരുഷ സ്വഭാവിയും കഠിന ഹൃദയമൊക്കെ ഉള്ള ആളായിരുന്നുവെങ്കിൽ താങ്കൾക്ക് ചുറ്റിലും ഉള്ള ആൾ തന്നെ പിരിഞ്ഞു പോകുമായിരുന്നല്ലോ, താങ്കൾക്ക് ചുറ്റും ആളുകൾ വരില്ലല്ലോ റസൂലേ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. മനുഷ്യരുടെ ഹൃദയം കീഴടക്കിയത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധികാരം കൊണ്ടൊന്നല്ലല്ലോ, അവിടുത്തെ കരുണ, സൗമ്യത കൊണ്ടാണ്. ഗ്രാമീണ അറബി പള്ളിയിൽ വന്നിട്ട് മൂത്രമൊഴിച്ചല്ലോ. സ്വഹാബികൾ അവനെ തടയാൻ വേണ്ടി ഓടിയെത്തിയപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനെ വിട്ടേക്കൂ. അവൻ കാര്യം പൂർത്തിയാക്കിയ ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനോട് സ്നേഹപൂർവ്വം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിന്നീട് വെള്ളം ഒഴിച്ച് ആ സ്ഥലം ശുദ്ധീകരിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. എന്തു മനോഹരമായ രൂപത്തിലാണ് റസൂലുള്ളാഹി ആ മനുഷ്യനെ ട്രീറ്റ് ചെയ്തത്. ലയ്യനും സഹലുമായിട്ടുള്ള സ്വഭാവം വളരെ മാതൃകയാണ്. മറ്റൊരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരു ആവശ്യമായിട്ട് വന്നു. എന്തെങ്കിലുമൊക്കെ നൽകുകയും അയാൾ സന്തോഷത്തോടു കൂടി മടങ്ങുകയും ഒക്കെ ചെയ്തു. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ഒരാൾ എനിക്ക് ഒരു കാര്യം ആവശ്യപ്പെട്ടു വന്നാൽ അവൻ്റെ ആവശ്യം നിറവേറ്റുക, അല്ലെങ്കിൽ നല്ല വാക്കുകൾ പറയുക എന്ന് പറഞ്ഞു. കാരണം പലപ്പോഴും മനുഷ്യന് ആവശ്യം നിറവേറ്റാനൊന്നും കഴിയണമെന്നില്ല സാഹചര്യം പോലെ, പക്ഷെ നല്ല വാക്ക് എല്ലാവർക്കും പറയാൻ പറ്റുമല്ലോ. വഖൂലു ലിന്നാസി ഹുസ്ന, നല്ല സംസാരമൊക്കെ ജനങ്ങളോട് സംസാരിക്കുക എന്ന് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശക്തമായ വ്യക്തിത്വം എല്ലാവർക്കും അറിയാലോ. അദ്ദേഹത്തിൻ്റെ ശക്തി അനീതിയിലല്ല, നീതിയിലായിരുന്നു. ഒരിക്കൽ ഒരു സ്ത്രീ ഉമർ തങ്ങളോട് ശക്തമായി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ചോദ്യം ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ആ സ്ത്രീയെ തടയാൻ ശ്രമിച്ച സമയത്ത് ഉമർ തങ്ങൾ ആ തടയാൻ ശ്രമിച്ച ആളെ തടഞ്ഞുകൊണ്ട് അവിടുന്ന് അദ്ദേഹം അവരുടെ സംസാരത്തെ കുറേ നേരം സഹിച്ചിരുന്നു എന്നാണ്. കാരണം സത്യത്തിൻ്റെ കാര്യത്തിൽ തനിക്ക് തെറ്റുപറ്റിയാൽ തിരുത്തപ്പെടുന്നതിനെ അദ്ദേഹം അപമാനമായി കണ്ടില്ല. ഇതാണ് യഥാർത്ഥ വിനയം. സൗമ്യത എന്നൊക്കെ പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗമ്യനായ മനുഷ്യനായിരുന്നു, അതേസമയം തന്നെ സത്യത്തിൻ്റെ കാര്യത്തിൽ അടിയുറച്ച ആളുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വഭാവത്തിൽ മൃദുത്വം, സത്യത്തിൽ ഉറപ്പു എന്ന ഇസ്ലാമിൻ്റെ മനോഹരമായൊരു സൗന്ദര്യം അവിടെ വരുന്നത്. കുടുംബജീവിതത്തിലും അങ്ങനെ തന്നെയായിരിക്കണം. ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും നല്ലവർ കുടുംബത്തോട് നല്ല രൂപത്തിൽ പെരുമാറിയവരാണ് എന്ന് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അധ്യാപകൻ തൻ്റെ അറിവിൽ അയാൾ വലിയ ആളായിരിക്കാം, പക്ഷേ വിദ്യാർത്ഥികളെ ചോദ്യം ചോദിക്കുമ്പോൾ ഇതുപോലും അറിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചാക്കരുത്. പഠിക്കാതെ മനഃപൂർവ്വം മാറി നിൽക്കുകയാണെങ്കിലൊക്കെ അതിനെ നല്ല രൂപത്തിൽ ശകാരിക്കാമെന്നുണ്ടെങ്കിൽ പോലും
പഠിക്കാത്ത ആളുകളാണെങ്കിൽ ഇതുപോലും അറിയില്ല എന്നുകൊണ്ട് പരിഹസിച്ചാൽ ആ വിദ്യാർത്ഥിയുടെ ഹൃദയത്തിലേക്ക് ഇൽമ പ്രവേശിക്കില്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും വ്യക്തിയെ തകർക്കാതെ തെറ്റിദ്ധരുത്തിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹദീസിൻ്റെ സന്ദേശം, എനിക്ക് ഇന്ന ആളോട് സംസാരിക്കാം, ഒരു മനുഷ്യൻ്റെ നമ്മുടെ സ്വഭാവം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വരേണ്ട കാര്യങ്ങളാണ്. എനിക്ക് ഇന്ന ആളോട് സംസാരിക്കാം, എൻ്റെ തെറ്റ് ഇയാൾ എന്നെ അപമാനിക്കാതെ തിരുത്തും, എനിക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ ഇയാൾ എന്നെ സഹായിക്കും എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമ്മളൊക്കെ മാറണം. അതുകൊണ്ട് തന്നെ നല്ല സ്വഭാവം സൃഷ്ടിക്കുന്ന അലാ കുല്ലി ഖരീബിൻ ഹയ്യിൻ ലയ്യിൻ സഹരിൻ, അടുപ്പമുള്ളവനും സൗമ്യനും മൃദു സ്വഭാവിയും എളുപ്പത്തിൽ ഇടപെടാൻ പറ്റുന്ന രൂപത്തിലുള്ള മനുഷ്യരുണ്ടല്ലോ, അവർക്ക് നരകം ഹറാമാണെന്ന് ത്വാഹ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ആ സ്വഭാവം നമ്മൾ ഉണ്ടാക്കി തീർക്കണം. അല്ലാഹു അത്തരം സ്വഭാവം സംസ്കരിച്ചെടുത്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.